എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ട്രാൻസ്ഫർ കിട്ടിയവരും കിട്ടാത്തവരും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അഡ്മിഷൻ ജൂലൈ 22 മുതൽ 23 വരെയാണെന്നുള്ള വിവരവുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് ഒന്ന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ 14,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 14,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുന്നു. അത് +1 വിദ്യാർത്ഥികളായിക്കോട്ടെ, +2 വിദ്യാർത്ഥികളായിക്കോട്ടെ, SLC ആയിക്കോട്ടെ, നമ്മുടെ അവധി വാർത്ത കാണുന്ന ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥികളായിക്കോട്ടെ, ഡിഗ്രി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികൾ മാത്രമല്ല രക്ഷിതാക്കളായാലും ഇനി ആരായാലും തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നും കൂടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് പോലെയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ചാനൽ 14,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ +1ൻ്റെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. hscap.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയവരും കിട്ടാത്തവരും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അത് hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. നിങ്ങൾ ഓൾറെഡി റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും. അതിൽ ഓൾറെഡിയൊക്കെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞ വിദ്യാർത്ഥികളായിരിക്കും. കുറേ വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്തു കിട്ടിയെന്നുള്ളത്, കുറേ വിദ്യാർത്ഥികൾ കിട്ടാത്തവരുമുണ്ട്. അപ്പം എന്തായാലും അതൊക്കെ നമുക്ക് വരും വയ്യെ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ അവിടെ കാണും. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. ഇനി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും എന്ത് ചെയ്യണം, കിട്ടിയ സ്കൂളിലേക്കും കിട്ടിയ കോഴ്സിലേക്കും മാറും. അപ്പം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികളുടെ തരം എന്ന് പറയുന്നത് 3 തരം വിദ്യാർത്ഥികളാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലുള്ളത്. അതായത് ഒന്ന് സ്കൂൾ മാറിയവർ, അതായത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറിയവർ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വന്നത് ഇനി ഒരു സ്കൂളിലെ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറിയവർ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്കൂൾ മാറിയവർ, മറ്റൊരു വിദ്യാർത്ഥികൾ കോഴ്സ് മാറിയവർ. ഇനി 3ാമത്തെ തരം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സ്കൂളും കോഴ്സും മാറി ലഭിച്ചവർ. ഒരു സ്കൂളിലെ ഒരു കോഴ്സിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ലഭിച്ചവർ. എന്തായാലും തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ പുതിയ ഓപ്ഷനിലേക്ക് ജൂലൈ 22 നാളെയും ജൂലൈ 23 മറ്റന്നാളും നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ എനിക്ക് ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഴയ സ്കൂളിൽ ചേരാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ ഓപ്ഷനിലേക്ക് മാറണം. അത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലേക്കോ ഏതെങ്കിലും ഒരു കോഴ്സിലേക്കോ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായും അങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, മാറിയിട്ടുണ്ടാകണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച 2 സീറ്റും, അത് ആദ്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റും നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായി ലഭിച്ച സീറ്റും എന്ത് ചെയ്യുന്നതായിരിക്കും, നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം, അങ്ങോട്ട് മാറേണ്ടതാണ്. അങ്ങനെ മാറാത്ത പക്ഷം കിട്ടിയ സീറ്റ് റദ്ദായി പോകും. അപ്പോൾ അതിനുള്ള ഡേറ്റാണ് ഈ ജൂലൈ 22, 22-ാം തീയതി രാവിലെ 10 മണി മുതൽ 23 വൈകിട്ട് 4 മണി വരെയാണ് അഡ്മിഷൻ ടൈം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്?
കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ സീറ്റൊന്നും നഷ്ടമായിട്ടില്ല. നിങ്ങൾക്ക് മുൻപ് പഠിച്ചിരുന്നിടത്ത് തുടരാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ലെന്നർത്ഥം. സോറി, യു ഹാവ് നോ ട്രാൻസ്ഫർ. നിങ്ങൾ എത്ര ഓപ്ഷൻ ട്രാൻസ്ഫറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ ആ കൊടുത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആദ്യം ഉണ്ടായിരുന്ന സീറ്റ് നിങ്ങൾക്ക് അവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യം ഉണ്ടായിരുന്നിടത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അത് തുടർന്ന് പഠിക്കാൻ സാധിക്കും. ഇനി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കിട്ടിയവർക്ക് നിർബന്ധമായും എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് ഓപ്ഷനാണോ കിട്ടിയത് അങ്ങോട്ട് നിർബന്ധമായും മാറേണ്ടതാണ്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനൊന്നുമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാരണം വെച്ചാലും ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, സ്ഥിര പ്രവേശനമാണ് ഉണ്ടായിരിക്കുക. ഏതായാലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികൾക്ക് ഏതായാലും വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിരവധി വീഡിയോസുകൾ ഈ ചാനലിലൂടെ തന്നെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാകും. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ SLC +1 +2, 1-ാം ക്ലാസ് മുതൽ 9 വരെ SLC +1 +2 ഡിഗ്രി കാലഘട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ ഗുണം തീർച്ചയായും തന്നെ ലഭിച്ചിരിക്കും. നിങ്ങൾക്ക് ഇനിയും നിങ്ങളിപ്പോൾ +1 അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കിനി +2 കാലഘട്ടം ഇനിയിപ്പോൾ പരീക്ഷ, എക്സാംസ്, ഇമ്പ്രൂവ്മെൻറ്റ്, ടൈം ടേബിൾ സംബന്ധിച്ചും ഡിഗ്രി അഡ്മിഷൻ, ഡിഗ്രി മാത്രമല്ല ഡിഗ്രി, നേഴ്സിംഗ്, ITI, പോളിടെക്നിക് പോലുള്ള അഡ്മിഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്കും ഒക്കെ തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനകാലത്ത് എന്തൊക്കെ ഉപകാരങ്ങൾ ഈ ചാനലിലൂടെ ലഭിക്കുമെന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധിച്ചും റിസൾട്ട് സംബന്ധിച്ചും ഒക്കെയുള്ള അറിവുകളും നിരവധി അപ്ഡേറ്റുകൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ ഇത് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് അനിയന്മാരോ അനീത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് മാത്രമല്ല അവർക്കും ഇതിൻ്റെ ഗുണം ലഭിക്കട്ടെ. അപ്പോൾ ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ചാനൽ രക്ഷപ്പെട്ട ഒരു നല്ല നിലയെത്തില്ല. അതിന് നിങ്ങളും കൂടെ വിചാരിക്കണം. അപ്പോൾ പുതിയൊരു കാണുന്നവരെ, മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.